ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് മേനെ പ്യാർ കിയയുടെ ഒഫീഷ്യൽ ടീസറാണ് ഗൈസ്. ഇതൊരു മലയാളം പടമാണ്. ആൻഡ് ഇത് മെയിനായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേരുണ്ട് ഗൈസ്. ഇത് നമ്മുടെ അർജുനൊക്കെ മെയിൻ പോസ്റ്ററിൽ തന്നെ മെയിൻ റോളാണെന്ന് തോന്നുന്നത് ഗൈസ്. പോസ്റ്ററിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ നമ്മുടെ ആവേശത്തിൽ മറ്റേ ഒരു തുടക്കം മറ്റേ അവരുടെ ഹൈസ്കൂളിൽ ഒരു പുള്ളി വില്ലനായിട്ട് വരുന്നില്ലേ, ചോട്ട് ചെറിയ പുള്ളിയൊക്കെ ഉണ്ട്. എന്നിരുന്ന മെയിൻ നായകനായിട്ട് വരുന്നത് നമ്മുടെ, എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ പേരെന്ത് വരും, പേരെനിക്ക് അറിഞ്ഞൂടാ കേസ്. എനിക്ക് തോന്നുന്നത് ഋതു ഹരുൺ എന്ന് കാണാം. അതാണോ പുള്ളിയുടെ പേര്? എനിക്ക് കേസ് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും പുള്ളി മറ്റേ ഋതു ഹരുൺ എന്നാണ് കേസ്. റിയ ഷിബു എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ഇല്ലേ, ഭയങ്കര യങ്ങായിട്ടുള്ള നമ്മുടെ വിക്രത്തിൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ബ്രദർ എങ്ങാണ്ടാണ് കേസ്. അപ്പം അതിൻ്റെ ഇതിൻ്റെ അകത്ത് നായികയായിട്ട് വരുന്നത് പ്രീതി മുകുന്ദനാണ് കേസ്, നമ്മുടെ കണ്ണപ്പയ്ക്കകത്തും. പിന്നെ അതിന് മുമ്പ് മറ്റേ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പടമില്ലേ, നമ്മുടെ കെവിൻ്റെ, അതിൻ്റെ അകത്തൊക്കെ നായികയായിട്ട് വന്ന ഭയങ്കര ലുക്കുള്ള നായികയാണ് ഗെയ്സ്. നമുക്ക് നേരെ തന്നെ ടീച്ചർ കാണാം ഗെയ്സ്. മലയാളം പടമാണ്. ഇതിനകത്ത് ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഗെയ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണുന്നത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. പുള്ളിക്കാരി തന്നെ ആദ്യം കാണിക്കുന്നത്. എന്നിട്ട് നീ മൂഞ്ചി പോയി കാണും. നീ നോർമൽ അല്ലേ? പൈത്യമാ? പുള്ളിക്കാരി തമിഴത്തിയാണോ? അവള് നോ പറഞ്ഞെന്ന് പറഞ്ഞ് വിട്ടുകളയല്ലേ, കട്ടക്ക് പിടിച്ചോ. എടാ പോടാ. അതാ പോരാന്ന് சொல்றல்ல. പുള്ളിയെ കണ്ടോ? வந்து யார் மேல கை வச்சிருக்க தெரியுமாடா? உன் தலையை எடுத்துட்டு போய் என் மொத்த ஊர்லயே வைக்கணும்டா. പേടിയുള്ളവന് പറഞ്ഞിട്ടുള്ളതല്ലടാ പ്രേമം. ഫൈസിൽ ഫെസിലിറ്റി ഓണം റിലീസ് മേനെ പ്യാർ കിയ ഇലക്ട്രോണിക്കലി മ്യൂസിക്കൽ. ടീച്ചറ് കുറേ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. 1 മിനിറ്റ് ടീച്ചറേ ഉള്ളൂ ഗൈസ്. ആ ടീച്ചർ കാണിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് ആ പെണ്ണിനോട് ഇഷ്ടമാണ്. ആ പുള്ളിക്കാരി തമിഴത്തെ അങ്ങനെയാണ്. പുള്ളിക്കാരിയുടെ സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ പുള്ളിയെ ഇടിക്കുന്നതാണ്. എന്നിട്ട് അവസാനം ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പേടിയുള്ളവന് പറ്റിയതൊന്നും അല്ല പ്രേമമൊന്നും. അത് സത്യമാണ്. പേടിയുള്ളവന് പറ്റിയതല്ല പ്രേമം. പ്രേമിക്കണമെങ്കിൽ ധൈര്യം വേണം. പോയി ആ പെണ്ണിനോട് പോയി പറയാനുള്ള ധൈര്യം വേണ്ടേ? അപ്പം ധൈര്യം കാണും, ഇല്ലെങ്കിൽ പുള്ളിയുടെ അടിക്കൂ. ഇതിൻ്റെ പോസ്റ്ററിൽ തന്നെ പുള്ളി എന്തോ ആരെ അടിച്ചിട്ട് നിൽക്കുന്നതായിട്ട് പോസ്റ്റർ കാണിച്ചത്. ജയിച്ചേം ഗൈസ്. വലിയ റിയാക്ഷനൊന്നും ഇല്ല. പുള്ളി പെട്ടെന്ന് ടീച്ചർ കട്ട്. ഋതു ഹരുൺ, പ്രീതി മുകുന്ദൻ, അർജുൻ്റെയൊക്കെ ഫേമസ് ഡയലോഗ് അതാ, നിർത്തി പോടാ, ഒന്ന് പോ എന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ട്രെയിലർ വരട്ടെ. അതിൻ്റെ ടീച്ചർ കൊള്ളാം. ഭയങ്കര കട്ട്. അവസാനം ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒന്നും അറിയരുത്, ഒന്നും മനസ്സിലായരുത്, ഇതുപോലത്തെ രീതിയിൽ കട്ട്. ലെറ്റ്സ് സീ. അപ്പോൾ ഗൈസ്, ഈ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മലയാളീസ് ഈ പടത്തിലേക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ആക്ച്വലി വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. നമ്മൾ ഒരുപാട് ട്രെയിലർ ടീച്ചറൊക്കെ റിയാക്ട് ചെയ്തത്, നമ്മൾ കൂടുതലും തമിഴ് ഒക്കെയാണ്. നമ്മൾ മലയാളം കുറച്ച് രണ്ടെണ്ണമൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അത് കൂടുതലും ഒരെണ്ണം ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം ആൻഡ് ദിലീപിൻ്റെ ബബ്ബുപ്പേ. അതും ഓണത്തിനാണ് ഗൈസ്. ബബ്ബുപ്പേ ഹൃദയപൂർവ്വം ഓണത്തിനാണ്. അയ്യോ, എത്ര വഴങ്ങ ഓണത്തിന്. എല്ലാം കൂടെ എങ്ങനെ പോയി കാണും, ഇത്ര അടുപ്പിച്ചിറക്കിയ. നെക്സ്റ്റ് വീക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് ബൈ.